Welcome back. Next topic is current assets. So ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ അടുത്ത ഐറ്റമാണ് അസറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന അടുത്ത ഐറ്റമാണ് കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സ് ഹോൾഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, സോ ദ അസറ്റ്സ് ദാറ്റ് ഗെറ്റ് ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് ഓർ യൂട്ടിലൈസ്ഡ് ത്രൂ ദ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദ ബിസിനസ് ഓർ വിത്തിൻ 1 year ആർ കോൾഡ് കറൻറ്റ് അസറ്റ്സ്. സോ കറൻറ്റ് അസറ്റ്സിൽ പെടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ഇൻവെൻറ്ററീസ്, current financial assets, current tax assets and other current assets. So first one, inventories. Inventories എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are the items of property held in stock by the firm including finished goods ready for sale, goods in process, raw materials and goods that will be consumed in the process of producing goods to be sold. നമ്മളുടെ നോർമൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ്, അത് റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ പകുതി പ്രോസസ്സിങ് നടത്തിയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം. ഈ ഐറ്റംസൊക്കെ റെഡി ഫോർ യൂസ്, നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഐറ്റത്തിനെയാണ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു കറൻറ്റ് അസറ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ, കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അസറ്റാണ് കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് വിച്ച് ആർ ഓഫ് കറൻറ്റ് നാച്ചർ ഈസ് നോൺ ആസ് കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് 1 yearൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിനെയാണ് കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നത് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കറൻറ്റ് ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആൻഡ് കറൻറ്റ് ലോൺസ്. കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ആർ ഇൻറ്റൻറ്റഡ് ടു ബി സോൾഡ് വിതിൻ 12 months. നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ്. അതായത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളിൽ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നു. ലൈക്ക് കറൻറ്റ് റിസീവബിൾസ് എന്ന് പറയുന്നതും ട്രേഡ് റിസീവബിൾസ്, അതായത് ഡെറ്റേഴ്സ് ആവാം അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾസ് ആവാം, വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 months. അതുപോലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്. നമുക്ക് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം, വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിനെ നമുക്ക് പെട്ടെന്നായിട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്യാഷ് ഫോമിലുള്ളതും ക്യാഷ് ഇക്വാലൻസ് ഫോമിലുള്ളതിനെയൊക്കെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ദെൻ കറൻറ്റ് ലോൺസ്. ലോണുകൾ കമ്പനി കൊടുക്കുന്നത്, കമ്പനി എടുക്കുന്ന ലോണല്ല, കമ്പനി കൊടുക്കുന്ന ലോണ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിയലൈസ്ഡ് വിത്തിൻ 12 months. അതിനെയാണ് കറൻറ്റ് ലോൺസ് എന്ന് പറയുന്നത്. ഈ 4 കറൻറ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അടുത്ത ഐറ്റം കറൻറ്റ് ടാക്സ് അസറ്റ്സ്. നമ്മൾ നേരത്തെ ഡെഫേർഡ് ടാക്സ് അസറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെഫേർഡ് ടാക്സ് അസറ്റ് ഒരു നോൺ കറൻറ്റ് അസറ്റാണ്. അതുപോലെ തന്നെയുള്ള തന്നെയാണ് ഈ കറൻറ്റ് ടാക്സ് അസറ്റ്സും. ഇതിൽ എക്സസ് ടാക്സ് പെയ്ഡ് ബൈ ദ കമ്പനി, അതിനെയാണ് കറൻറ്റ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ റിക്കവറി പീരീഡ് വളരെ പെട്ടെന്ന് അതിനെ റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ നിയർ ഫ്യൂച്ചറിൽ നമുക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കറൻറ്റ് ടാക്സ് അസറ്റ്സ് എന്നും, അതിന് ഓവർ ദ പീരീഡ് ഓഫ് ടൈം, നമുക്ക് കുറച്ച് കാലത്തിൻ്റെ ഉള്ളിലേ നമുക്കത് റിക്കവർ ചെയ്ത് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഡെഫേർഡ് ടാക്സ് റെസീറ്റ് അസറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ, സോ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കറൻറ്റ് ടാക്സ് അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് കമ്പനി ഓവർ പേ ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ടാക്സ് ഇൻ അഡ്വാൻസ് തന്നെയാണ്, പക്ഷേ വിച്ച് ക്യാൻ ബി റിക്കവേർഡ് ഏർലിയർ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ റിക്കവർ എടുക്കാൻ പറ്റും. പക്ഷേ ഡെഫേർഡ് ടാക്സ് അസറ്റ്സിന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഒരു ഓവർ ദ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും അതിനെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കറൻറ്റ് ടാക്സ് അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കറൻറ്റ് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത് അതർ കറൻറ്റ് അസറ്റ്സ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും കറൻറ്റ് അസറ്റ്സ് ഒരു 1 yearൻ്റെ ഉള്ളിൽ 1 yearൻ്റെ ഉള്ളിൽ വരുന്ന എന്നാൽ കറൻറ്റ് അസറ്റ്സ് കാറ്റഗറിയിൽ പെടുന്ന അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ.